നമസ്കാരം, ഞാൻ വിനോദ്. പൈനീർ സ്റ്റഡീസിൻ്റെ ഇംഗ്ലീഷ് ഗ്രാമർ ക്ലാസ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇതിനു മുമ്പ് ടെൻസുകൾ പഠിച്ചു, ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചു, പാസീവ് ആൻഡ് ആക്റ്റീവ് വോയിസ് അല്ലേ, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ഇത് നമ്മൾ പഠിച്ചു. ഇനി അത് ഉപയോഗിച്ച് കറക്റ്റ് ടെൻസ് ഫോം ഓഫ് ദി വെർബ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ് എന്നാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. നോക്കിക്കേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് കറക്റ്റ് ടെൻസ് ഫോം. ടെൻസ് പഠിച്ചവരാണെങ്കിൽ അല്ലെങ്കിൽ ടെൻസ് അറിയാവുന്നവർക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഞാനിത് എങ്ങനെയാണെന്ന് ഒന്ന് കാണിച്ചു തരാം. ഹി ഡാഷ് കം ടുമോറോ. അപ്പോൾ അവൻ കം വരിക എന്നുള്ള ഈ വെർബിൻ്റെ കറക്റ്റ് ഫോം. ടുമോറോ എന്നുള്ളത് നാളെ എന്നാണ്. അപ്പോൾ നമ്മൾ പഠിച്ചതിൽ ഏത് ടെൻസ് ആയിരിക്കും? നാളെ, ഫ്യൂച്ചർ ടെൻസ് അല്ലേ, സിമ്പിൾ ഫ്യൂച്ചർ ആയിരിക്കും. ഹി കഴിഞ്ഞ് കം എന്നേ ഉള്ളൂ. നാളെ അവൻ വരും എന്നല്ലേ പറയണ്ടേ, ഫ്യൂച്ചർ ടെൻസിലാണ്. അതിൻ്റെ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഫോം എങ്ങനെയാണെന്ന് ടെൻസിൻ്റെ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും. ഏതാണ്? സബ്ജക്റ്റ്, വില്ലല്ലേ ഷാൽ, വെർബ് വൺ, ഒബ്ജക്റ്റ് അല്ലേ. ഇവിടെ സബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ വില്ലല്ലെങ്കിൽ ഷാൽ. അപ്പോൾ എങ്ങനെ വേണം? ഈസ് കമ്മിങ്, ഹാസ് കം, വിൽ കം. ഇവിടെ ഈസ് കമ്മിങ് അല്ല, കാരണം നാളത്തെ കാര്യമാണ് പറയുന്നത്. അപ്പം ഈസ് കമ്മിങ് എന്നുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ആണ് അല്ലേ. ഈസ് ആമാറ് വെർബ് വൺ ING ഉണ്ടെങ്കിൽ അത് നമ്മൾ പഠിച്ചതാണ് നേരത്തെ. ഹാസ് കം എന്നുള്ളത് എങ്ങനെയാണ്? പാസ്റ്റ് പ്രസന്റ് പെർഫെക്റ്റ് ആണ് അല്ലേ. ഹാസ് ഓർ ഹാവ് വെർബ് 3 എന്ന് പറയുമ്പോൾ ഹാസ് കം എന്നുള്ളത് പ്രസന്റ് പെർഫെക്റ്റ് ആണ്. വന്നിട്ടുണ്ട്, വന്നു കഴിഞ്ഞു എന്നൊക്കെ ഉള്ളതാണ്. ഇവിടെ നാളെ വരും എന്നല്ലേ പറയണ്ടേ, അപ്പോൾ വിൽ കം. ഇവിടെ ഏതാണ്ട് ഇതാണ് വിൽ കം എന്ന് വേണം എഴുതാൻ. അങ്ങനെ മനസ്സിലാക്കി എഴുതണം നമ്മൾ. ഏതാണ് എൻ്റെ ഇത് നോക്കിയിട്ട് സെൻറ്റൻസ് വായിച്ചിട്ട് എഴുതാം. അടുത്ത് നോക്കിക്കേ, ഹി ഡാഷ് ഫിനിഷ് ഹിസ് വർക്ക് ബിഫോർ ഹി ഡാഷ് ലീവ്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സെൻറ്റൻസ്, എല്ലാ പരീക്ഷകൾക്കും തന്നെ കാണാറുണ്ട് കേട്ടോ. ഹി ഡാഷ് ഫിനിഷ് ഹിസ് വർക്ക്, അവൻ ജോലി തീർത്തു. ബിഫോർ ഹി ഡാഷ് ലീവ്, അവൻ പോകുന്നതിന് മുമ്പ് ജോലി തീർത്തു എന്നാണ് പറയുന്നത് ഇതിനകത്ത് സെൻറ്റൻസിൽ നിന്ന് അർത്ഥമാകുന്നത്. അപ്പോൾ അത് നമ്മൾ കഴിഞ്ഞു പോയ സമയത്ത് നടന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിരിക്കണം. ഒന്നെന്താണ്? അവൻ ജോലി തീർത്ത കാര്യം. പിന്നെയോ അവൻ അവിടുന്ന് പോയ കാര്യം. ഇതിലേതാണ് ആദ്യം നടന്നത്? അത് ഏത് ടെൻസിൽ പറയണം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു, ടെൻസിന്റെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഏതാണ്? രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞു പോയ സമയത്ത് നടന്നത് പറയുകയാണെങ്കിൽ ആദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റിലും രണ്ടാമത് നടന്നത് സിമ്പിൾ പാസ്റ്റിലും പറയണം അല്ലേ. അപ്പൊ ആദ്യം നടന്നത് അവൻ ജോലി തീർത്തതല്ലേ, അവൻ അത് കഴിഞ്ഞല്ലേ അവൻ പോയത് കേട്ടോ. ഹി ഡാഷ് ഹിസ് വർക്ക്, ജോലി തീർത്തു. ബിഫോർ ഹി ലീവ്, അവൻ പോകുന്നതിന് മുമ്പ് ജോലി തീർത്തു. ആദ്യം ജോലി തീർത്തിട്ടാ പോയെ. അപ്പൊ ജോലി തീർത്തത് എന്താണെന്ന് അത് പാസ്റ്റ് പെർഫെക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റ് എങ്ങനെ എഴുതും? സബ്ജക്റ്റ് ആദ്യം എഴുതണം. അത് സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്. ഹാർഡ് പ്ലസ് വെർബ് 3 ആണ് ഒബ്ജക്റ്റ് എന്നാണ് പാസ്റ്റ് പെർഫെക്റ്റ് അല്ലെ. അപ്പൊ ഹി കഴിഞ്ഞിട്ട് ഹാർഡ് ചേർത്തിട്ടുണ്ടോ? വിൽ ലീവ് ആണോ? അല്ല, ഇത് ഹാസ് ഫിനിഷ്ഡ് ആണോ? ഹാർഡ് ഫിനിഷ്ഡ് ആണോ വേണ്ടേ? ഹാർഡ് പ്ലസ് വെർബ് 3 ആണ് ഇത് വേണ്ട. ആദ്യം നടന്ന സംഭവം എഴുതാൻ. അപ്പം ഹാർഡ് ഫിനിഷ്ഡ് ഇവിടെ വരും. ഇവിടെ ഹാർഡ് ഫിനിഷ്ഡ്. പിന്നെയോ ഹി ഹാർഡ് ഹാർഡ് ഫിനിഷ്ഡ് ഹിസ് വർക്ക് ബിഫോർ ഹി. സിമ്പിൾ പാസ്റ്റിലുമാണ് രണ്ടാമത് നടന്ന കാര്യം എഴുതുക. ഏതാ സിമ്പിൾ പാസ്റ്റ്? ലീവ് വെർബ് 1 ആയുള്ളൂ. വെർബ് 2 ആണ് സബ്ജക്റ്റ്, വെർബ് 2 ആണ് സിമ്പിൾ പാസ്റ്റ് അല്ലേ. അപ്പൊ ഇതിന്റെ ഏതാണ്? വിൽ ലീവ് ഫ്യൂച്ചർ ടെൻസി വരും. ലെഫ്റ്റ് വെർബ് 2, ഈസ് ലീവിങ് പ്രസന്റ് കണ്ടിന്യൂസ്. അപ്പൊ ഏതാണ് വേണ്ടത്? ലെഫ്റ്റ് വെർബ് 2, സബ്ജക്റ്റ് വെർബ് 2. അപ്പം ഈ ലെഫ്റ്റ് എന്ന് പറഞ്ഞത് അല്ലേ, ലെഫ്റ്റ്. ഇതാണ് ഇവിടെ വരേണ്ടത്. അപ്പൊ ഇവിടെ എങ്ങനെ എഴുതണം? ഹാർഡ് ഫിനിഷ്ഡ് ഉണ്ടോ? സബ്ജക്റ്റ് ഹാർഡ് വെർബ് 3, അത് പാസ്റ്റ് പെർഫെക്റ്റ് എഴുതി. ഹി ഹാഡ് ഫിനിഷ്ഡ് ഹിസ് വർക്ക് ബിഫോർ ഹി ലെഫ്റ്റ് വെർബ് 2 ലെഫ്റ്റ് അല്ലേ. അപ്പം സിമ്പിൾ പാസ്റ്റ് ആണ് സബ്ജക്റ്റ് വെർബ് 2. അപ്പം ഇതാണ് ഒന്ന് പാസ്റ്റ് പെർഫെക്റ്റ്, ഇത് സിമ്പിൾ പാസ്റ്റ്. എന്തുകൊണ്ടാണ്? രണ്ട് സംഭവങ്ങൾ കഴിഞ്ഞു പോയ സമയത്ത് നടന്നു. അതിലാദ്യം നടന്നത് പാസ്റ്റ് പെർഫെക്റ്റ്, മറന്നു പോകരുത്. രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിൽ എഴുതണം. മിക്ക പരീക്ഷയ്ക്കും 1 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നതാണ്, ശ്രദ്ധിച്ചു വയ്ക്കുക. അടുത്തത്, മൈ നെയ്ബർ ഡാഷ് ലീവ് 2 months ago. 2 മാസം മുമ്പ് എൻ്റെ അയൽക്കാരൻ പോയി എന്ന് പറയുന്നത്. അപ്പൊ കൃത്യമായ സമയം അവിടെ പറയുന്നുണ്ട്, 2 മാസം മുമ്പ് പോയി എന്ന്. അപ്പൊ ഏത് എഴുതണം? ലിവിങ് എന്ന് പറയുമോ? ഇല്ല. കൃത്യമായ കഴിഞ്ഞു പോയ സമയത്ത് നടന്ന കൃത്യസമയം അറിയാവുന്ന കാര്യം സിമ്പിൾ പാസ്റ്റ് ടെൻസിലാണ് പറയേണ്ടത്. സിമ്പിൾ പാസ്റ്റ് എങ്ങനെയാണ്? അത് പഠിച്ചല്ലോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ. സിമ്പിൾ പാസ്റ്റിന്റെ ഫോം ഒക്കെ സബ്ജക്റ്റ് വെർബ് 2 ഒബ്ജക്റ്റ് എന്നാണ് സിമ്പിൾ പാസ്റ്റ്. എങ്ങനെ എഴുതാൻ നേരം? സബ്ജക്റ്റ് മൈ നെയ്ബർ, വെർബ് 2 മതി അല്ലേ. ലെഫ്റ്റ് എന്ന് മതി, കാരണം ഹാസ് ലെഫ്റ്റ് വേണ്ട. പ്രസന്റ് പെർഫെക്റ്റില് സമയം കഴിഞ്ഞു പോയ സമയത്ത് സമയം അറിഞ്ഞുകൂടാത്തത്, പോയി കഴിഞ്ഞു, പോയിട്ടുണ്ട് എന്നൊക്കെ പറയുകയാണെങ്കിൽ മാത്രം ഹാസ് ലെഫ്റ്റ് മതി. ഇവിടെയോ
മൈ നെയ്ബർ ഡാഷ് ലീവ് 2 months ago. 2 മാസം മുമ്പ് പോയി. 2 മാസം എന്ന് കൃത്യം പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വെർബ് ടു മാത്രം മതി. ലെഫ്റ്റ് എന്ന് മതി. മൈ നെയ്ബർ ലെഫ്റ്റ് 2 months ago. 2 മാസം മുമ്പ് പോയി. അപ്പൊ അങ്ങനെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ കറക്റ്റ് ടെൻസ് ഫോം എഴുതാനായിട്ട്. ടെൻസുകൾ പഠിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഒരെണ്ണം നോക്കാം. ഹി ഡാഷ് ഫിനിഷ് ഹിസ് വർക്ക് ഓൾറെഡി എന്ന് വെച്ചാൽ നോക്കി, അവൻ ജോലി ഇപ്പൊ അങ്ങ് തീർത്തു. ഓൾറെഡി ഇപ്പൊ തന്നെ ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു എന്നാ പറയുന്നത്. അങ്ങനെയാണ് ഓൾറെഡി എന്നൊക്കെ ഉണ്ടെങ്കിൽ ഓൾറെഡി ഏത് ടെൻസിലാണ് പറയേണ്ടത് നമ്മൾ പഠിച്ചത് ഏതാണ്? പ്രസന്റ് പെർഫെക്റ്റില്. പ്രസന്റ് പെർഫെക്റ്റ് എങ്ങനെയാ എഴുതേണ്ടത്? സബ്ജക്റ്റ് എഴുതണം, ഹാസ് അല്ലെ ഹാവ്, വെർബ് 3, ഒബ്ജക്റ്റ്. സബ്ജക്റ്റ് ഇവിടെ ഉണ്ട്, ഏതാ? ഹി. പിന്നെ ഹാസ് അല്ലെ ഹാവ്. അപ്പൊ ഇവിടെ ഹാസ് ഹാവ് ഉള്ള ഏതാണ്? ഇതിനകത്ത് ഹാസ് ഫിനിഷ്ഡ് എന്നുണ്ട്, ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ് ഉണ്ട്. രണ്ടിൽ ഹാസ് ഉണ്ട്, പക്ഷെ ഇതിൽ ഏതാ എഴുതേണ്ടതെന്ന് നോക്കണമെങ്കിൽ ഓൾറെഡിയും കൂടെ ഉള്ളതുകൊണ്ട് ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ്. ഈ ഓൾറെഡി ഇവിടെ അല്ല വേണ്ടേ, ഉള്ളൂ. ഹാസ് ഇവിടെ വേണം. ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ് എന്ന് വേണം. ഹി ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ് ഹിസ് വർക്ക് എന്ന് വേണ്ടേ. അപ്പോൾ ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ഫോം അല്ലേ. ഫിനിഷ്ഡ് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഹാസ് ഓൾറെഡി ഫിനിഷ്ഡ് എന്നാണ് മനസ്സിലായേ? ഈ ഓൾറെഡി എന്ന് വാക്കുണ്ടേ തന്നെ അറിയാം ഇപ്പൊ അങ്ങ് കഴിഞ്ഞു, ഇപ്പൊ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുന്നതാണ് അല്ലേ. അങ്ങനെയുള്ളത് പ്രസന്റ് പെർഫെക്റ്റിൽ വേണം എഴുതാൻ. പ്രസന്റ് പെർഫെക്റ്റ് എങ്ങനെയാണ്? സബ്ജക്റ്റ് ഹാസ് ഓർ ഹാവ് പ്ലസ് വെർബ് 3 ആണെന്ന് അറിയാം. അതാണ് സബ്ജക്റ്റ് ഹി, പിന്നെ ഹാസ് ഓർ ഹാവ്. ഹാസ് ആണ് ഇവിടെ വരേണ്ട, ഹി ആവുണ്ട്, പിന്നെ ഓൾറെഡി വെർബ് 3 ഫിനിഷ്ഡ്. ഇങ്ങനെയാണ് ഈ കറക്റ്റ് ടെൻസ് ഫോം. ഒരു 3 ഞാൻ ഇത് ഇവിടെ കാണിച്ചു തരുന്നുള്ളൂ. അടുത്ത ക്ലാസ്സുകളിൽ വീണ്ടും തുടർച്ചയായിട്ട് കാണിച്ചു തരാം. ഇനി SBIയുടെ ക്ലർക്കിൻ്റെ എക്സാം ഒക്കെ വരുന്നുണ്ട്. അതിലേക്കൊക്കെ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ധാരാളം കാണും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അടുത്ത ക്ലാസ്സിൽ കാണുന്നതുവരെ ഏവർക്കും നന്ദി.